Hello all, welcome to my YouTube channel. Today we're going to discuss about something special. So what are the skills we should learn in 2026? എന്തൊക്കെയാണ് നോക്കിയാലോ? ഞാൻ പറഞ്ഞു ഒരു 4 ഇയർ ഡിഗ്രി അല്ലെങ്കിൽ 2 ഇയർ PG കൊണ്ട് നമ്മൾ കുറേ ടെക്നിക്കൽ സ്കിൽസ് പഠിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ ഇപ്പോഴും അത് മാത്രമാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ലാപ്പിൻ്റെ മുന്നിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ആദ്യം റീപ്ലേസ് ആവാൻ പോകുന്നത് ഇൻ ദിസ് മാർക്കറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. സോ ഫസ്റ്റ് മസ്റ്റ് ലേൺ ഹൈ ഇൻകം സ്കിൽ എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. നമ്മളിപ്പോൾ കുറേ പ്രോംപ്റ്റ് കൊടുത്ത് അതിന് ലോജിക്കൽ ആൻസേഴ്സ് എടുക്കുന്നുണ്ട്, ബട്ട് വി കനോട്ട് ഗെറ്റ് എനി പ്രോപ്പർ ലോജിക്കൽ ആൻസർ. ഒരിക്കലും ഒരു പ്രോബ്ലത്തിനും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ചാറ്റ് തരാൻ കഴിയില്ല, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി ബ്രെയിൻ. അത് എങ്ങനെ യൂസ് ചെയ്യാമെന്നോ അവർ ഓണായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവും ചാറ്റ് ഇല്ല. സോ നിങ്ങൾക്കൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് ഇൻ്റലിജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ, ഒരു കാര്യത്തെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്തൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ യു ഷുഡ് സർവൈവ് ഇൻ ദ മാർക്കറ്റ്. അതെനിക്ക് പറയാനുള്ളത്. ദാറ്റ് മസ്റ്റ് ലേൺ സ്കിൽ ഇൻ 2026. നോ മാറ്റർ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പോലും പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. നമ്മൾ പലപ്പോഴും ചാറ്റ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്. ഇഫ് മൈ കാർ വാഷ് ഇൻ ടു 100 മീറ്റർ അവേ ഫ്രം മൈ ഹൗസ്, ഷുഡ് ഐ വാക്ക് ഓർ ഡ്രൈവ്? അപ്പോൾ ചാറ്റ് പ്രൊവൈഡ് ചെയ്ത ആൻസർ എന്താണ്? നിങ്ങൾക്ക് നടന്നു പോകാന്നുള്ളതാണ്. ഇപ്പം തന്നെ മനസ്സിലാക്കാം ചാറ്റ് എത്രമാത്രം ഡിസിഷൻ എടുക്കുന്നതിൽ ലോജിക്കാണ്. സെക്കൻഡ് സ്കിൽ എന്ന് വെച്ചാൽ എഡിറ്റിംഗ്. അത് ഒരു ടെക്നിക് സ്കില്ലാണ്. നമുക്ക് ഒറ്റയ്ക്ക് പഠിച്ച് മീൻസ് അതിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ തന്നെയാണ്. ബിക്കോസ് ഇപ്പോൾ അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ കണ്ടന്റ് ക്രിയേറ്റർ തുടങ്ങി ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ എല്ലാ ബ്രാൻഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നവരാണ്. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചുമ്മാ ജസ്റ്റ് ബേസിക് എഡിറ്റിംഗ് തന്നെ അറിയാവുന്നത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഡെയിലി ഒരു 30 മിനിറ്റ്സോ അല്ലെങ്കിൽ 20 മിനിറ്റ്സോ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ്. നിങ്ങൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് എഡിറ്റിംഗ്. ബിക്കോസ് നിങ്ങളത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ 2026 അല്ലെങ്കിൽ 2026 മസ്റ്റായിട്ടും ബേസിക് ആയിട്ടെങ്കിലും ലേൺ ചെയ്യേണ്ട ഒരു സ്കില്ലാണ് എഡിറ്റിംഗ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാനിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. മീൻസ് ഒരു ഐഫോൺ തന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഫോണിൽ ഫോട്ടോ പോലും എടുത്ത് കൊടുക്കില്ല ആർക്കും, കാരണം എനിക്കറിയില്ല ഐഫോണിൽ ഫോട്ടോ എടുക്കാനും. ഞാൻ എൻ്റെ ബേസിക് ആൻഡ്രോയിഡ് ഫോണിൽ എപ്പോഴെങ്കിലും ഒരു ഫോട്ടോ എടുക്കുന്നതാണ്. ബട്ട് ഇനി ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, മേ ബി അതിന് വ്യൂവേഴ്സ് കയറുണ്ടാവാം, ഇല്ല, ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. അതൊക്കെ ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും പഠിക്കാൻ പറ്റുന്ന ടെക്നിക്കൽ ടൂളാണ്. ഇപ്പോഴും അതിന് വാല്യൂ ഉള്ള ടൈമാണ് എഡിറ്റിംഗ്. ബിക്കോസ് എക്ക് എല്ലാ എഡിറ്റിങ്ങും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന കുറേ ടൂൾസൊക്കെ പ്രീമിയമാണ്. സോ നിങ്ങളതിൽ മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, ഒരു ഇൻഫ്ലുവൻസറോ നിങ്ങൾക്ക് അത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്താ ഏൺ ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ്. അതുപോലെ ഫീവർ പോലുള്ള പല ഫ്രീലാൻസിങ് ആപ്സ് വഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ. തേർഡ് സ്കിൽ എന്ന് വെച്ചാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ എന്താ? എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കൺട്രോൾ അവർ ഓൺ ഇമോഷൻസ് ആൻഡ് വൈൽ എഫക്റ്റീവ്ലി മാനേജിങ് ആൻഡ് കൺട്രോളിങ് അതേഴ്സ്. നമുക്കൊരു ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവുള്ളത് അടിപൊളിയാണ് ഈ മാർക്കറ്റിൽ. ബിക്കോസ് എല്ലാവരും സ്ട്രെസ്ഫുൾ ആണ്, എല്ലാവരും ഡിപ്രസ്ഡ് ആണ്. മീൻസ് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർ മൊത്തം പല ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് അവരെ കേൾക്കാൻ പറ്റുമെങ്കിൽ, അവർക്ക് പ്രോപ്പറായിട്ട് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ, അതിനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് എന്താ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലേ? ബിക്കോസ് നമ്മൾ സ്ട്രെസ്ഫുൾ ആയിരിക്കില്ല. നമുക്ക് പലരുടെയും ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ രീതിക്കൊക്കെ നമുക്ക് ഒരാളെ ബാലൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരാളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നൊക്കെ വെച്ചാൽ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ അത് പഠിക്കുക എന്നുള്ളതും നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം അതിന്, അല്ലാതെ നമുക്ക് ഏൺ ചെയ്യാനും പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഒരു ബെറ്റർ പേഴ്സൺ ആവാനും പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 2026 ഏൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഗുഡ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. എനിക്ക് മനസ്സിലായത്തോളം സ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഫോർത്ത് സ്കിൽ എന്താണെന്ന് വെച്ചാൽ ഏജൻ്റ് ആണ്. നമുക്കറിയാം ഓട്ടോമേഷൻ. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അങ്ങനെയുള്ള എല്ലാ ആപ്സും വഴി നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇങ്ങനത്തെ എല്ലാ ആപ്സ് കണക്ട് ചെയ്തിട്ട് ഒരു വിഷ് ലിങ്ക് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയേറ്റർ വഴി കണക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നവരാണ്. നമ്മളൊരു എന്താ പറയുക, വീഡിയോൻ്റെ അടിയിൽ ലിങ്ക് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ലിങ്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺസിനാണ് ഏജന്റ് എന്ന് പറയുന്നത്. അവർ ഈ അൽഗോരിതം സെറ്റ് ചെയ്ത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി പോകുന്നത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ് ഈ ഏജന്റ് എന്ന് വെച്ചാൽ. അങ്ങനെ അതിൽ ഇപ്പോൾ ഈ ജനറേഷനിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് കണ്ടന്റ് ക്രിയേഷൻ, കൊളാബറേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഏജന്റ് പോലെ ഒരു ടൂളിൽ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കുറേ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊരു വലിയ ജോബ് കിട്ടാനും അതുപോലെ ഗുഡ് ഏർണിംഗ് മേക്ക് ചെയ്യാനൊക്കെ പറ്റും. നെക്സ്റ്റ് സ്കിൽ എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഉള്ള പല ജോലിക്കും നമുക്ക് ക്ലയൻ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. മീൻസ് ഒരു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേഴ്സൺസും ട്രസ്റ്റ് ചെയ്യില്ല. ബട്ട് ഒരു പേഴ്സൺ ആണ് പറയുന്നതെങ്കിൽ ഫുൾ ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏനേക്കാളും ഒരു ക്ലയൻറ്റ് ഇൻട്രാക്ഷനും അല്ലെങ്കിൽ ഒരു സെയിൽസ് ജോബിനും വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. ഒരു റൂമിൽ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ചുമ്മാ സംസാരിക്കാൻ പറ്റും ഒരു പ്രോബ്ലം ഇല്ലാതെ എന്നുണ്ടെങ്കിൽ
യു ഷുഡ് ബി സർവൈവ് ഇൻ ദിസ് മാർക്കറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് അതിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ്. അതൊരിക്കലും എന്താ പറയുക, ഒരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ അല്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ ജസ്റ്റ് സംസാരിക്കാൻ പറ്റണം. അവർക്കത് എഫക്റ്റീവായി തോന്നുന്ന രീതിക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് ആ രീതിക്ക് എന്താ പറയുക, ഒരു ജോലി നോക്കാനും അതുപോലെ അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനോ അല്ലെങ്കിൽ അത് ആപ്സ് ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും. If you like this video, like, comment and subscribe. Stay tuned. Bye bye guys.